monetary policy, objectives and targets. So monetary policy കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് നമുക്കറിയാം ഒരു എക്കോണമി അല്ലെങ്കിൽ ഒരു കൺട്രി എപ്പോഴും മാക്രോ എക്കണോമിക് പോളിസീസ് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. സിംപ്ലി ഒരു പോളിസി എന്ന് പറയുന്ന ടേം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. So policy is a set of rules to achieve some desired end or desired objective. ഏതെങ്കിലും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒബ്ജക്റ്റീവ്സുകളെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാൻ ഇറക്കുന്ന ചില certain rules and regulations-നെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്യുക, പോളിസി എന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പം ഒരു രാജ്യത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ മോഡിഫൈ ചെയ്യാനും അതോടൊപ്പം തന്നെ അതിനെ റെഗുലേറ്റ് ചെയ്യാനും ഒരു കൺട്രിയുടെ ഗവൺമെന്റ് ഫോളോ ചെയ്യുന്ന പോളിസിയാണ് നമ്മൾ മാക്രോ എക്കണോമിക് പോളിസി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഈ മാക്രോ എക്കണോമിക് പോളിസി ഒരു എക്കോണമിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ജനറലി അക്സെപ്റ്റഡ് ആയിട്ട് 4 ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന്, first one is full employment, then second one price stability, third one economic growth and balance of payment equilibrium. ഇനി full employment എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? all are able to get employed. എന്താണ് എംപ്ലോയിഡ് ആകുക എന്നൊരു കോൺസെപ്റ്റ് ആണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ അസംഷൻ ആണ് ഈ പറയുന്ന ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ പ്രൈസിന് അല്ലെങ്കിൽ പ്രൈസ് ലെവലിനെ യാതൊരു ഫ്ലക്ച്വേഷൻസും ക്രിയേറ്റ് ചെയ്യപ്പെടാതെ പ്രൈസിന് എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരിക എന്നതാണ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിന്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ദെൻ എക്കണോമിക് ഗ്രോത്ത്, സസ്റ്റൈൻഡ് ആയിട്ട് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് വിളിക്കുക. അതോടൊപ്പം തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. ബോത്ത് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ഫോമാറ്റിലായിരിക്കണം. ഇതൊക്കെയാണ് ഒരു മാക്രോ എക്കണോമിക് പോളിസി ഒരു രാജ്യം ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ പറയുന്ന നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ശരിക്കും ഒരു രാജ്യത്തിന് വേണ്ടി ഗവൺമെന്റ് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണ്? നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്കണോമിക് അഫയേഴ്സ് ഓഫ് ദി കൺട്രി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഫോളോഡ് ബൈ എ ഗവൺമെന്റ് ഓഫ് എ കൺട്രി ഫോം ദ ഡോമിനേറ്റിംഗ് ഡിവറ്റ് ഓഫ് ഹർ മാക്രോ എക്കണോമിക് പോളിസി. സോ മാക്രോ എക്കണോമിക് പോളിസിയുടെ ഡിവറ്റിംഗ് അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ഡിവറ്റ്സ് ആണ് ബോത്ത് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ഇനി എന്താണ് മോണിറ്ററി പോളിസി? സോ മോണിറ്ററി പോളിസി മേ ബി ഡിഫൈൻഡ് as the conscious management of money supply in a country for the purpose of attaining a set of objectives or a specific objectives. അപ്പം മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ബോധപൂർവം എടുക്കുന്ന ഒരു മാനേജ്മെന്റ് ഓഫ് മണി സപ്ലൈ ആണ്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്താണ്? എക്കോണമിയിൽ ഉണ്ടാകുന്ന മണി സപ്ലൈ കൺട്രോൾ ചെയ്യപ്പെടാൻ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോളിസിയാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻക്ലൂഡഡ് ആണ് ഇവിടെ മോണിറ്ററി പോളിസീസ്. എന്തിനാണ് ഈ ഒരു കോൺഷ്യസ് മാനേജ്മെന്റ് ഓഫ് മണി സപ്ലൈ ഒരു രാജ്യം ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡിസൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആണ്. ദെൻ ഇതിനു വേണ്ടി എടുക്കുന്ന അല്ലെങ്കിൽ ഇൻ ഷോർട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ഒരു ഫോമിൽ മോണിറ്ററി പോളിസി എയിം ചെയ്യുന്നത് എപ്പോഴും എന്താണ്? റെഗുലേറ്റിംഗ് ദ എക്കോണമി ബൈ റെഗുലേറ്റിംഗ് ദ മണി സപ്ലൈ. അതായത് എക്കോണമി റെഗുലേറ്റ് ചെയ്യുക, എക്കോണമിനെ റെഗുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? മണി സപ്ലൈ കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്കോണമിയെ റെഗുലേറ്റ് ചെയ്യുക എന്നതാണ് മോണിറ്ററി പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഇനി മോണിറ്ററി പോളിസി ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി introduced in a particular country. First one is stability of price. Uncontrolled ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന പ്രൈസ് റേറ്റിൽ ഒരു കോൺസ്റ്റൻസി കൊണ്ടുവരിക എന്നതാണ് ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. പ്രൈസിൽ ഒരു സ്റ്റെബിലൈസേഷൻ, ഇൻഡിവിജ്വൽ പ്രൈസസ് അല്ല, ഹോൾ ദി ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ദി കൺട്രി എന്ത് ചെയ്യുക? ഒരു സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരിക എന്നതാണ് ഫസ്റ്റ് objective of monetary policy എന്ന് പറയുന്നത്. Then second objective of monetary policy is stability of exchange rates. So exchange rate എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ്? the value of currency in exchange for another currency. അതായത് എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? is the rate at which one currency is exchanged for another currency. ഒരു കറൻസി മറ്റൊരു കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്മേലുള്ള ഒരു മൂല്യത്തെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം കറൻസികളുടെ ആണെങ്കിലും ബാക്കിയുള്ള റുപ്പീസുകളുടെ ആണെങ്കിലും എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസുകളെ
കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രി ഉപയോഗിക്കുന്ന ഒരു ഫോളോ അപ്പ് മെഷറാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, അവോയ്ഡൻസ് ഓഫ് ട്രേഡ് സൈക്കിൾ. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബോത്ത് ബാഡ് ട്രേഡ് ആൻഡ് ഗുഡ് ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് എക്കോണമിയെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്യൂട്ടബിൾ മോണിറ്ററി പോളിസിക്ക് കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആന്റി മോണിറ്ററി പോളിസീസ് അല്ലെങ്കിൽ ആന്റി സൈക്ലിക്കൽ മോണിറ്ററി പോളിസീസ് ആണ് ദ റെഗുലേഷൻ ഫോർ ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ ട്രേഡ് സൈക്കിൾസ് അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ കൊണ്ട് എക്കോണമിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ഇല്ലാതാക്കുക എന്നതും മോണിറ്ററി പോളിസിയുടെ അനദർ ഒബ്ജക്റ്റീവ് ആണ്. ദെൻ ഫോർത്ത് പോയിന്റ് ഇസ് ന്യൂട്രാലിറ്റി ഓഫ് മണി. ശരിക്കും ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നത് F.A. ഹയേക്ക് എന്ന് പറയുന്ന ഒരു എക്കോണമിസ്റ്റ് ആണ്. ദെൻ പണം അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് ഒരു ചീപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഡിയറർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, പകരം ഒരു ന്യൂട്രൽ പോളിസി ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഈ പറയുന്ന മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് F.A. ഹയേക്കിന്റെ. So simply he defined it as money should be neither cheap nor dear but neutral. Then the effect of money should not be felt at all, but it does not mean constant money supply. So neutrality of money എന്ന് പറയുന്നത് ഈ പറയുന്ന മണിയെ ഒരിക്കലും ഒരു ന്യൂട്രൽ കൺസെപ്റ്റ് ആയിട്ടോ മണിയെ ഒരിക്കലും ഒരു ചീപ്പ് അല്ലെങ്കിൽ ഡിയർ കൺസെപ്റ്റ് ആയിട്ടോ കൺസിഡർ ചെയ്യാതെ ഒരു ന്യൂട്രൽ പോളിസി ഓഫ് മണി എപ്പോഴും ഫോളോ അപ്പ് ചെയ്തു പോവുക എന്നതാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി. ന്യൂട്രൽ കോൺസെപ്റ്റ് ആയിട്ട് മാത്രം അതിനെ കൺസിഡർ ചെയ്യുക. ശരിക്കും ഒരു ഇക്കോണമിയുടെ പീസിനെ അല്ലെങ്കിൽ സമാധാനത്തെ നശിപ്പിക്കുന്നത് എപ്പോഴും ഈ പറയുന്ന മോണിറ്ററി റിവാർഡ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മോണിറ്ററി ചേഞ്ചസ് ആണ് എന്ന് പറയാറുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് മണി ഒരിക്കലും ഒരു ചീപ്പ് അല്ലെങ്കിൽ ഒരു ഡിയർ കോൺസെപ്റ്റ് ആയിട്ട് വെക്കാതെ ഒരു ന്യൂട്രൽ ആണ് എന്നൊരു ഐഡിയ ഫോളോ അപ്പ് ചെയ്യുന്നത്. ദെൻ അതും ഈ ഒരു ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്നതും മോണിറ്ററി പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഇസ് ഫുൾ എംപ്ലോയ്മെന്റ്. കെയ്ൻസിന്റെ അഭിപ്രായം അനുസരിച്ച് മോണിറ്ററി പോളിസീസ് ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ്. പക്ഷെ കെയ്ൻസിന്റെ മിക്ക തിയറീസും ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെന്റിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിലും ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡിന് ഈക്വൽ ആകുന്ന രീതിയിലുള്ള ഒരു നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എക്കോണമിയിൽ കൂടുതൽ നാഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഫുൾ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതും മോണിറ്ററി പോളിസിയുടെ യെറ്റ് അനദർ ഒബ്ജക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എക്കണോമിക് ഗ്രോത്ത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ അല്ലെങ്കിൽ എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ എക്കണോമിക് ഗ്രോത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മോണിറ്ററി പോളിസി. ദെൻ അതോടൊപ്പം തന്നെ അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസിൽ അല്ലെങ്കിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം എന്താണ് കൂടുതൽ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡിലേക്ക് അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമിയെ മാറ്റുക. ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസുകൾ നമ്മൾ തരണം ചെയ്യുമ്പോഴാണ് എക്കണോമിക് ഗ്രോത്ത് ഒരു രാജ്യത്തിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം മോണിറ്ററി പോളിസി ഒരു കൺട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ്, സെക്കൻഡ് വൺ stability in exchange rate, third one avoidance of trade cycle, and fourth one neutrality of money, and fifth one full employment, and sixth one is economic growth. So these are the important objectives or the targets of monetary policy.